ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഓശാന ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈസ്റ്ററിന് തൊട്ട് മുൻപുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായറാഴ്ചയായി നാം അനുസ്മരിക്കുന്നത്. മലയാളികൾ ഓശാന എന്ന് പറയുന്നത് കർത്താവെ രക്ഷിക്കണമേ എന്നർത്ഥമാണ്. എബ്രായ ഭാഷയിൽ കർത്താവെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം വരുന്ന ഗ്രീക്ക് പദമാണ് ഹോശാന. ഈ ഹോശാന മലയാളത്തിലേക്കായപ്പോൾ സർവ്വസാധാരണമായി എല്ലാ മലയാളികളും ഉപയോഗിക്കുന്ന വാക്കാണ് ഓശാന. ഇത് സൂചിപ്പിക്കുന്നത് ഈശോയുടെ ജെറുസലേമിലേക്കുള്ള മഹത്വപൂർണമായ രാജീയ പ്രവേശനത്തെയാണ്. ഈശോയെ മിശിഹായായി ജനം ഏറ്റുപറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്കായി നമ്മൾക്ക് നമ്മുടെ ജീവിതം തന്നെ വിട്ടുകൊടുക്കാം. ഈശോ നമ്മുടെ ജീവിതത്തിൽ നാഥനായി കടന്നു വരട്ടെ. ഈശോ നമ്മുടെ മിശിഹായാണ് എന്ന് നമ്മൾക്ക് ഏറ്റുപറയുകയും ചെയ്യാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21-ാം അധ്യായത്തിലാണ് ഈശോയുടെ മഹത്വപൂർണമായ രാജീയ പ്രവേശനം നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഈശോ ജെറുസലേമിലേക്ക് എത്താറായപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. തൻ്റെ 2 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെന്ന് അവിടെ ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും കെട്ടിയിരിക്കുന്ന നിങ്ങൾ കാണും. അവയെ അഴിച്ചുകൊണ്ട് വരിക. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് എന്ന് പറയുക. അവർ അപ്രകാരം ചെയ്തു. ഈശോ കഴുതപ്പുറത്ത് വിനീതനായി ജെറുസലേമിൻ്റെ തെരുവീഥികളിലൂടെ ജനസമൂഹം ഒലിവിലകളും മരച്ചെല്ലുകളും ഉയർത്തി കർത്താവിന് ഹോശാന പാടി എതിരേൽക്കുകയാണ്. കർത്താവെ രക്ഷിക്കണമേ. സ്നേഹമുള്ളവരെ, നമ്മൾക്കും ആ ജെറുസലേം നിവാസികളൊപ്പം തന്നെ നമ്മൾക്കും പ്രാർത്ഥിക്കാം, കർത്താവെ രക്ഷിക്കണമേ. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മൾ വസിക്കുന്ന സമൂഹത്തിലേക്കെല്ലാം ഈശോ രാജാതിരാജനായി രക്ഷകനായി കടന്നു വരുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഓശാന ഞായറാഴ്ചയായി ഒരുങ്ങുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.